എൻ്റെ ഈ ഡെയിലി റുട്ടീനൊക്കെ ഇച്ചിരി ബോറടിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി കൊണ്ടുവരും. മിക്കപ്പോഴും ഇതേപോലെ വെളിയിൽ പോവുക, ഒന്ന് ഷോപ്പ് ചെയ്യാൻ പോവുക, അതിൻ്റെ കൂടെ വ്ളോഗ് ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞും അതിൻ്റെ കൂടെ വ്ളോഗിങ്ങും ഷോപ്പിങ്ങും എല്ലാം എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക്കാണ്. കാരണം എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു റിസ്ക് എടുത്ത് ഞാൻ വെളിയിൽ പോകലാണ് എൻ്റെ ഈ ബോറടി മാറ്റൽ സാധാരണ വരാറ്. അപ്പം ഇന്ന് ഞങ്ങൾ കരുതി ഇവിടെ തൊട്ടടുത്തൊരു മോളുണ്ട്, അങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ ജിലുവിനെ വേഗം സെറ്റ് ചെയ്ത് റെഡിയാക്കി. അച്ചാച്ചൻ വീട്ടിലുള്ള ദിവസമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അച്ചാച്ചനെ കൂട്ടിയില്ല, കാരണം എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇറങ്ങി. ഇന്ന് നേരത്തെ തിരിച്ചു വരണം, കാരണം പിള്ളേരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണേ. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ജിലുവിനെ ഇപ്പോൾ വ്ളോഗ് ചെയ്യാൻ ആരും പഠിപ്പിച്ചിട്ടല്ല. ജിലു സ്ഥിരം ഇപ്പോൾ ക്യാമറ നോക്കുമ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട്. ഏതായാലും വണ്ടിയിലേക്ക് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വേഗം പോകാൻ നോക്കിയപ്പോഴാണ് കാർ സീറ്റ് കഴിഞ്ഞ ദിവസം ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് പിടിപ്പിക്കുക. അതിനും അച്ചാച്ചനെ വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ എന്നിട്ട് ഞാനൊന്ന് മടിച്ചു. ഞാൻ തന്നെ ചെയ്തിരുന്ന നല്ല. ഇനിയിപ്പം ഇന്ന് ഫുള്ളി ഒരു ഇൻഡിപെൻഡൻ്റ് ആയി പോയേക്കാം, ഒരു ചെറിയ കാര്യത്തിന് പോലും വിളിക്കരുത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് കാർ സീറ്റ് ഞാൻ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. സാധാരണ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം അച്ചാച്ചൻ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ വന്ന് സെറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇന്ന് എനിക്കെന്തോ ഞാൻ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊരു തോന്നൽ. നല്ല കാര്യമായിരിക്കും. ഏതായാലും ഞാൻ എടുത്തു വെച്ചു. എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാർ സീറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ കൂടുതൽ ഇവരെ റിലേ ചെയ്യുമ്പോഴത്തേക്ക് പറ്റുന്ന പ്രശ്നമാണ്. ഏതായാലും അങ്ങനെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലായിരുന്നു. വളരെ ഈസി ആയിരുന്നു. ഒരു വീഡിയോ കാണുക, അത് നോക്കി അതേണൊക്കെ ചെയ്യുക, വേഗം ഫിക്സ് ചെയ്ത് ജിലുവിനെ അതിലോട്ട് എടുത്തു വെച്ചു. ജിലുവായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ സിറ്റി വിട്ട് ഏതായാലും പുറത്തു പോകില്ല. ഒരു പരിധിയുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് വിട്ട് ഞാൻ വെളിയിൽ പോകാറില്ല. പോയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. ഇവള് എങ്ങനെയാണ്, പക്ഷേ അവള് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഓക്കെയാണ്, അവള് ബാക്കി ഇരിക്കുന്നുണ്ട്. പക്ഷെ എത്ര സമയം വരെ ബാക്കി ഇരിക്കുമെന്ന് ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. സൂൺ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഞങ്ങളിന്ന് വെളിയിലേക്ക് ഒന്ന് പോയി കറങ്ങാൻ നേരം. ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. ആക്ച്വലി ഇന്നലെ നടന്നില്ല. ബിക്കോസ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒന്നും അങ്ങ് ശരിയായില്ല. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ ഒന്നും നടക്കുന്നില്ല. അപ്പം ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ജിലു ഒന്ന് ഇച്ചിരി നേരത്തെ ഉറങ്ങി, നേരത്തെ എണ്ണിച്ചു. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കരുതി ഒന്ന് വെളിയിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, 2-3 പേർക്ക് ഗിഫ്റ്റ് വാങ്ങണം, പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. സോ നമുക്ക് പോയി ഷോപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള സ്റ്റോറുകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ വെൽക്കം ടു അനദർ ഡേ ഷോപ്പിംഗ് വിത്ത് us. ആർ യു റെഡി? എന്റെ TV വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പം ഇവക്ക് ആദ്യം നമുക്ക് ടിമ്മി നിർത്തിയിട്ട് ഇവക്ക് ചോക്ലേറ്റ് മിൽക്ക് വാങ്ങിച്ചു കൊടുക്കണം. കാരണം ചോക്ലേറ്റ് മിൽക്ക് വീട്ടിൽ തീർന്നു. സാധാരണ രാവിലെ ഇച്ചിരി ചോക്ലേറ്റ് മിൽക്ക് കഴിക്കുന്നതാണ്. ചോക്ലേറ്റ് മിൽക്കോ എന്തെങ്കിലും ഒരു മിൽക്ക് കഴിക്കും. അപ്പം നമുക്ക് ടിമ്മി നിർത്തി ഇച്ചിരി ചോക്ലേറ്റ് മിൽക്ക് വാങ്ങിച്ച് സിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അതും കുടിച്ച് ബാക്കിൽ സേഫ് ആയിട്ടിരിക്കും. നമുക്ക് വെറും ഒരു 2 hours വല്ല എടുക്കത്തുള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി. നമുക്ക് വേഗം പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം. നമുക്ക് ഒരുപാട് കഥകളൊക്കെ പറയാം. ഞാൻ അടിപൊളി സ്റ്റോർ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വുഡ് സ്റ്റോക്കിലുള്ള ഒരു സ്റ്റോറാണ്. സോ ഈ ആൻറ്റിക് ടൈപ്പൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് കാനഡയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിക് ഷോപ്പാണ് വുഡ് സ്റ്റോക്കിലുള്ളത്. അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് നേരെ അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ ഉൾവശമൊക്കെ കാണിച്ചു തരാം. ഈ പബ്ലിക്കിൽ വന്നിട്ട് ക്യാമറ സ്റ്റാൻഡും സെറ്റ് ചെയ്ത് ഒന്ന് വ്ളോഗ് ചെയ്യാന്നുള്ളത് ഇച്ചിരി തൊലിക്കൊട്ടി ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഈ ക്രിഞ്ചായി പോകാറുണ്ട് പബ്ലിക്കിൽ. പക്ഷെ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു വാക്ക് കേട്ടാണ്ടല്ലോ, ആ ദിവസം സൂപ്പറായിരിക്കും. പിന്നെ അങ്ങോട്ട് ക്രിഞ്ചടിക്കൽ വളരെ കുറവാണ്. നല്ലതായിരുന്നു, നല്ലതായിട്ടുണ്ട്, വ്ളോഗ് ഇഷ്ടമാണ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആ ദിവസം എൻ്റെ സൂപ്പറായിരിക്കും. ഏതായാലും ഇന്ന് നമുക്ക് ബോണസ് അടിച്ചിട്ടുണ്ട്. ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് കമൻറ്റ് കേട്ടു. സോ ഇനി ഇവിടെ നിന്ന് തുടങ്ങുന്നത് ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയാണ്. അതെൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാനില്ലേ. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. മീൻസ് ഞാൻ വുഡ് സ്റ്റോക്കിലേക്ക് വീട് വാങ്ങിച്ചു വരുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു മോൾ ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ വുഡ് സ്റ്റോക്കിൽ വീട് വാങ്ങിച്ച് വന്നതിന് ശേഷമാണ് എൻ്റെ വീടിൽ നിന്ന് വെറും 5 minutes away ആണ് ഈ മോളെന്ന് മനസ്സിലാക്കിയത്. അപ്പം ഇതിനു മുമ്പ് ഞങ്ങൾ ജിലു എൻ്റെ വയറ്റിലായിരുന്ന സമയത്ത് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ്. 5 നില മൊത്തവും ആൻറ്റിക് സാധനങ്ങളാണ്. സോ നമുക്ക് അകത്ത് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട്, ഫ്രൈഡേ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാകത്തില്ലാന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. നമുക്ക് ചെറിയ റിനോവേഷൻ ഒക്കെ വരുന്നുണ്ട് വീട്ടിൽ. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമോ നോക്കാം. യാ
പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? ഈ ചോക്കുമലയുടെ പുറത്തിരുന്നിട്ട് ചോക്ക് തേടിപ്പോയ ആളെക്കുറിച്ച്. അതേപോലെയാണ് ഞാൻ. എന്റെ വീട് ജസ്റ്റ് 5 മിനിറ്റ്സ് എവേ ആണ് ഈ 5 നിലയുള്ള ആന്റിക് ഷോപ്പ്. പക്ഷെ ആന്റിക് സാധനങ്ങൾ ഇത്ര ഇഷ്ടമുള്ള ഞാൻ ഈ നാട്ടിൽ പോവാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആന്റിക് സ്റ്റഫ് തേടിയിട്ട്. പക്ഷെ എൻ്റെ തൊട്ട് വീടിനടുത്ത് ഈ ഒരു 5 നില മൊത്തവും ഈ സാധനം. എന്തോന്നറിയാമോ, ഇത് ക്യാൻഡിലൊക്കെ പുകയില്ലാതെ ഇങ്ങനെ അണയ്ക്കുന്ന സാധനം. ഇതിനൊക്കെ പ്രത്യേക സാധനം ഉണ്ടെന്ന്. ഒരു ദിവസം കൊണ്ട് ഈ ഷോപ്പ് മൊത്തവും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. 5 നില മൊത്തേ ഒരുപാട് സാധനങ്ങൾ. നമുക്ക് ഓരോ ക്യാബിനിൽ ഇത് ഇങ്ങനെ ക്യാബിനായിട്ടാണ് അവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോന്നത് കണ്ടു തീർക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഏതായാലും നമുക്ക് ഈ ഷോപ്പ് ഫുള്ള് കാണാൻ പറ്റത്തില്ല. ആൻഡ് ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനങ്ങളാണെന്നേ. ഇപ്പതാ ഈ ഇത് കണ്ടോ, ഇതെന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ച്. ഞാൻ ഇതിനു മുമ്പ് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷെ ഇത് ആക്ച്വലി ഇത്രയും നല്ല യൂസ്ഫുൾ ആണ്, എത്ര ക്യൂട്ടാണെന്നൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും ഞാൻ അതൊരെണ്ണം ഒപ്പിച്ചു കേട്ടോ. ഞാൻ അങ്ങ് എടുത്തു. $8 എനിക്കതായത്. ഇത് ഉപയോഗിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അത് എനിക്ക് ഉപയോഗിക്കുന്ന കാണാൻ നല്ല ഒരു ചന്തം തോന്നി. ആൻഡ് എനിക്ക് ഈ ബ്രാസിൻ്റെ ഫ്ലവർ വേസ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. ആൻഡ് ആ ഒരു ലുക്കിന് അത്ര പൈസ കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തില്ല. ആൻഡ് ചില സാധനങ്ങളൊക്കെ അങ്ങനെയാണ്, ബ്രാസിൻ്റെ ആണ്. ചില പഴയ സാധനങ്ങളൊക്കെ അവർ വില ഇട്ടിരിക്കുക, അവർക്ക് തോന്നിയ രീതിയിലായിരിക്കും വില ഇട്ടിരിക്കുക. അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ട്. ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ നോക്കിയപ്പം വളരെ കുഞ്ഞു സാധനമാണ്, പക്ഷെ അതിന് ഭയങ്കര വില. അതുകൊണ്ട് ഞാൻ അതിന് തൊടാത്ത കണക്ക് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് നോക്കിയെടുക്കണം. നമുക്ക് ലക്കി ആയിട്ടുള്ള ദിവസമാണെങ്കിൽ നല്ല അടിപൊളി സാധനം അവിടെ നിന്ന് കിട്ടും. ഇപ്പം ഞാൻ അടുത്ത ആ ബ്രാസിൻ്റെ ആ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് വെറും $8 എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്താ കാർന്ന് പറഞ്ഞപ്പോ എന്തത്? കാർ. ജിലു ഈ ഇടയ്ക്ക് പുതിയ പുതിയ വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഷോപ്പിൽ വെച്ചിട്ട് കാറ് കണ്ടപ്പോൾ കാറെന്ന്. ഞാൻ പഠിപ്പിച്ചതല്ല, അവൾ തന്നെ എങ്ങനെയോ പഠിച്ചതാണ്. ആൻഡ് സോ ഹാപ്പി. അതൊരു എല്ലാം ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഇവിടെ ആന്റിക് അല്ലാതെ ഇതേപോലത്തെ ചെറിയ സ്റ്റാളുകൾ ഉണ്ടാവും. ഇതൊക്കെ പുതിയതാണ്. വീടുകളിൽ ചെയ്യുന്ന ഈ ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ചെറിയ സ്റ്റോളുകളൊക്കെ ഈ ഒരു ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാം. പല പല സ്റ്റോളുകളായിട്ടാണ് 902 എന്ന് പറഞ്ഞ ഓരോ സ്റ്റോളിനും ഓരോ ആൾക്കാർ ഇട്ടിരിക്കുന്നതാണ്. ചിലതൊക്കെ ഫുള്ളി ആന്റിക് സ്റ്റഫ് ആയിരിക്കും, ചിലതിലൊക്കെ ഇതിനൊക്കെ ചെറിയ ബിസിനസ്സുകാരുടെ സ്റ്റോളുകളായിരിക്കും. ഈ ഒരു സ്റ്റോൾ ഫുള്ള് ഫോട്ടോ ഫ്രെയിമാണ്. ഞാൻ വന്ന മെയിൻ ഒരു കാരണം എനിക്ക് 2 ഫോട്ടോ ഫ്രെയിം എടുക്കണം. എൻ്റെ മനസ്സിലൊരു വിഷൻ ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ പിൻട്രസ്റ്റ് ഒക്കെ ഇങ്ങനെ തപ്പത്തില്ലേ, പിൻട്രസ്റ്റ് ഒക്കെ തപ്പുമ്പം നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു ഐഡിയ എവിടെയെങ്കിലും ഇങ്ങനെ കൊളുത്തി കിടക്കും. അങ്ങനെ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഐഡിയ ആയിരുന്നു ഞങ്ങളുടെ 2 പേരുടെയും ഒരു ഫോട്ടോ പ്ലസ് ജിലുവിൻ്റെ ഫോട്ടോ ഒരു ചെറിയ ഫ്രെയിമിൽ. അത് ഞങ്ങളുടെ ബെഡിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ വെക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ഫോട്ടോ ഫ്രെയിം തപ്പി വന്നതാണ്. ഞാൻ എൻ്റെ മനസ്സിന് പിടിച്ച ഒരു ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള ഫോട്ടോ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അത് ഞാൻ ഉറപ്പായിട്ട് എടുത്ത് മാറ്റും. ഇനി ഞങ്ങളുടെ പ്രിൻ്റ് എടുക്കണം. വീക്ക് ഡേയ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ അധികം തിരക്കില്ല. ആൻഡ് വീക്കെൻഡ്സിലും ഒരുപാട് തിരക്കൊന്നുമില്ല. ഞാൻ ബ്രാംപ്ടണിൽ നിന്ന് മാറിയപ്പോൾ മിക്കവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ബ്രാംപ്ടൺ വിട്ടുപോയെന്ന്. ഇത് തന്നെയാണ്. ഞാനിപ്പം വുഡ്സ്റ്റോക്കിലായാലും വുഡ്സ്റ്റോക്കിനടുത്തുള്ള ഏതെങ്കിലുമൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും ക്രൗഡില്ല. ഞാൻ ഒട്ടും തന്നെ ക്രൗഡ് പേഴ്സൺ അല്ല. എനിക്ക് ഇച്ചിരി ക്വയറ്റ് ആൻഡ് ഇത് കണക്ക് ഫ്രീ ആയിട്ട് നടക്കണം. ഇപ്പം ജിലുവിനെ ഞാനിപ്പം താഴെ നടക്കാൻ വിട്ടെങ്കിൽ എനിക്കറിയാം ഈ ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് അവൾ പെട്ടുപോകില്ല എന്നും. കാരണം എൻ്റെ കണ്ണെത്തുന്നിടത്ത് അവളുണ്ട്. അത്രയും ക്രൗഡ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കാനാണ് എനിക്ക് എപ്പോഴും താല്പര്യം, ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പം ബ്രാംപ്ടൺ എന്ന് പറഞ്ഞൊരു വലിയ സിറ്റി വിട്ട് ഞങ്ങൾ ഇത്രയും ദൂരം വന്ന് താമസിക്കുന്നത്. പക്ഷെ ബ്രാംപ്ടണിൽ നിന്ന് എന്നെ കാണാൻ വരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ കരുതും, അയ്യോ ഇത്രയും ദൂരമോ, ഈ കാട്ടിലാണോ നീ വന്ന് താമസിക്കുന്നതെന്ന്. പക്ഷെ കാടൊന്നുമല്ല കേട്ടോ, ഇത് നല്ല ക്വയറ്റ് ആൻഡ് അടിപൊളി ഒരു സിറ്റിയാണ്. ആൻഡ് ഞങ്ങളിതേ വേറൊരു ട്രഷർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ ഡ്രസ്സ് ഷോപ്പ് ചെയ്യണമെന്ന് ഒരു ലക്ഷ്യം പോലും ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഞാൻ. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ നിന്നുപോയി. കാരണം ഒന്ന് ആ പിങ്ക് എന്നുള്ളൊരു കളറായിരിക്കും, പിന്നെ അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ ഹാൻഡ് മെയ്ഡാണ്, നല്ല ഭംഗിയാണ്. ഇതൊരു ലോക്കൽ സ്റ്റോറാണ്. അവർ ഇവിടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ഒരു സ്വെറ്റേഴ്സാണ്. ഈ സ്വെറ്റേഴ്സൊക്കെ തന്നെ ആരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടാക്കിയതാണ്, ഹാൻഡ് മെയ്ഡാണ്. അതിൻ്റെതായ ഭംഗിയുണ്ട്. ആൻഡ് എക്സ്പെൻസ് അല്ലായിരുന്നു, വളരെ ചീപ്പായിരുന്നു. നിനക്ക്
ഞാൻ ഈ ഷോപ്പിൽ കയറിയതിൻ്റെ മെയിൻ ലക്ഷ്യം എനിക്ക് എന്തെങ്കിലും ഫോൾ ഡെക്കോർ കിട്ടുമെന്ന് അറിയാം. ഇപ്പോൾ ഫോൾ സീസൺ ആണല്ലോ. അപ്പം ഞാൻ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ഫോൾ ഡെക്കോർ സാധനങ്ങൾ കിട്ടുമെന്ന് നോക്കി ഇറങ്ങിയതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയുള്ള ഫോൾ ഡെക്കോറൊക്കെ ഡോളറാമേനേക്കാളും ഒരു 10 ഇരട്ടി വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ തൊടാതെ വിടാതെ ഇങ്ങ് ഇറങ്ങിപ്പോന്നു. ആൻഡ് കുറച്ച് പേൾസ്, മാല അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര എലഗൻസ് ഉള്ള സാധനങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. ആൻഡ് യുണീക്കായിട്ട് കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചു. ഇതേപോലത്തെ നമ്മുടെ മെക്ഡൊണാൾഡ്സിലെ അപ്പാപ്പനെ പോലെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. കാരണം അധികം നേരം എനിക്ക് ജിലുവിനെയും പിടിച്ച് വെച്ച് നിൽക്കാൻ പറ്റത്തില്ല. അവൾക്ക് കുറച്ച് ബോറടിച്ച് കഴിയുമ്പം അവൾക്ക് എൻ്റെ ഒക്കത്ത് കയറണം. എൻ്റെ അവൾ സ്ട്രോളറിൽ ഇരിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവളെ എടുത്തുകൊണ്ട് നടക്കാനും പാടായിരിക്കും. ഇറങ്ങിയപ്പോഴും ഞങ്ങൾ ട്രെയിൻ കണ്ടു, കയറിയപ്പോഴും ഞങ്ങൾ ഒരു ട്രെയിനിൽ കണ്ടു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനൊക്കെ കണ്ട് ജിലുവിന് ട്രെയിനിനെ കുറിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവൾ മൂളി കേൾക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങി ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ജില്ലുവിനെ കൊണ്ട് ഞാൻ മാത്രമാണെങ്കിൽ ഒരുപാട് നേരം ഒരു കടയിൽ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാം കൂടി ക്യാരി ചെയ്യാനും പറ്റത്തില്ല. അവള് സ്ട്രോളറിൽ ഇരിക്കത്തില്ല. ഒരു നല്ലൊരു ഹാബിറ്റാണ് എൻ്റെ കൊച്ച് വളർത്തിയെടുത്തത്. സോ സ്ട്രോളറിൽ ഇരിക്കാത്തതുകൊണ്ട് എനിക്ക് അവളെയും കൊണ്ട് ഒരുപാട് നേരം ഒരു കടയിൽ നിൽക്കാനോ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനോ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതല്ലാതെ വാൾമാർട്ടോ അങ്ങനത്തെ ഏതെങ്കിലും കടകളിലാണെങ്കിൽ അവിടെ ഈ ഒരു കാർട്ടുണ്ടാവുമല്ലോ, ഷോപ്പിംഗ് കാർട്ട്, അതിലാണെങ്കിൽ അവിടെ ഇരുന്നോളും. അല്ലാതെ അവളെ ഇരുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് 2-3 ഗിഫ്റ്റ് വാങ്ങണം. നാളെ 2 ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങണം. 2 പിള്ളേരാണ്. ഒരെണ്ണത്തിന് ഒരു 5 വയസ്സും ഒരാൾക്കൊരു 10 വയസ്സും ഉണ്ടെന്ന് തോന്നുന്നു. സോ അതനുസരിച്ച് അവരുടെ പൈസ അറിയത്തില്ല, പക്ഷെ രണ്ടുപേരുടെയും ഒരു ബോഡി ഫീച്ചർ അറിയാവുന്നതുകൊണ്ട് അതനുസരിച്ച് ഉടുപ്പ് വാങ്ങാൻ തരുന്നതാണ്. പിന്നെ ഒരു കെയർ താമസം, പുതിയതായിട്ടൊരു വീട്ടിൽ കെയർ താമസിച്ച ആൾക്കാരുണ്ട്. അവർക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഡെക്കോറ്, ഇതെല്ലാം കൂടി കിട്ടുന്നത് നമുക്ക് വിന്നേഴ്സേ കിട്ടും. സോ നമുക്ക് വിന്നേഴ്സിലേക്ക് പോയിട്ട് അവിടുത്തെ കളക്ഷനൊക്കെ നോക്കാം. കടകളിൽ ഈ ഡെക്കോർ ഐറ്റംസ് സീസൺ വെച്ച് മാറുമ്പോഴാണ് ഓരോ വർഷം ഇങ്ങനെ തള്ളിപ്പോന്ന് അറിയുന്നത്. ക്രിസ്മസിന് ഇനി 100-ൽ താഴെ ദിവസമേ ഉള്ളൂ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞെന്നേ, 2025 അങ്ങ് തീർന്നു. ഇങ്ങനെ തപ്പി നിന്നപ്പോൾ നമ്മുടെ നിലവിളക്ക്, ഇതെന്താ നിലവിളക്ക് ഇവിടെ എന്നിങ്ങനെ കുറച്ച് നന്നായിട്ടൊന്ന് ചിന്തിച്ചപ്പോൾ ദീപാവലി വരികയാണല്ലോ, ദീപാവലി ഡെക്കറേഷനാണ് നിലവിളക്ക്. ഏതായാലും ഞാനൊരു ക്ലോക്ക് എടുത്ത് നോക്കി. ഞാൻ ഈ ഇടയ്ക്ക് അടുപ്പിച്ച് 2-3 ഗിഫ്റ്റ് ക്ലോക്കാണ് പലർക്കും കൊടുത്തത്. എനിക്ക് ഈ ക്ലോക്ക് കാണുമ്പോൾ ഒരു നല്ല ഗിഫ്റ്റായിട്ട് പണ്ടേ ഒരിത്, അതുകൊണ്ട് ഞാനത് ക്ലോക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒപ്പിക്കാൻ കരുതി ഞാൻ ക്ലോക്ക് മാറ്റിയിട്ട് ഒരു നല്ലൊരു ഡെക്കോർ പീസ് എടുത്തു. ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര പുറന്നോട്ടാണ് ഒരാൾക്ക് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളത്. എനിക്കെന്തോ എൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങ് ഇഷ്ടാവില്ല എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പുറന്നോട്ടാണ് ഒരു നല്ലൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ. ഇതിപ്പോൾ 2 പെൺകുട്ടികളുടെ ബർത്ത്ഡേ ആണ്. സോ ഞാൻ കരുതി കുറച്ച് പിങ്കി ഷെയ്ഡിൽ വരുന്ന കുറച്ച് ഉടുപ്പും പിന്നെ ബാഗും എന്തെങ്കിലും ഒരു ആക്സസറീസൊക്കെ പിങ്കിലൊക്കെ എടുക്കാമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പിങ്കും വലിയ താല്പര്യം ഇല്ലെന്നേ. അവർക്ക് പല ഷെയ്ഡിലുള്ള, പണ്ടാണ് ഈ പിങ്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പിങ്ക് എന്ന്. എനിക്കൊക്കെ എൻ്റെ കുഞ്ഞുകാലത്ത് ഇതേ കണക്കത്തെ എന്തെങ്കിലും ബാഗൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി എനിക്ക്. അത്രയും നല്ല ഗിഫ്റ്റ് ഇല്ല വേറെ. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മുങ്ങാൻ നിന്നപ്പോഴാണ് നമ്മൾ സ്കൂൾ ബസ്സിൽ നിന്ന് വിളിക്കാൻ പോകുന്ന പിള്ളേരുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് അവരിന്ന് നേരത്തെ വരുന്നുണ്ട്, അതുകൊണ്ട് പിക്ക് ചെയ്യേണ്ടാന്ന്. എങ്കിൽ പിന്നെ കുറച്ചുകൂടി ഡ്രസ്സ് വാങ്ങിച്ചാലോ എന്ന് കരുതി ഞാൻ വിന്നേഴ്സിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ട്രൈ ചെയ്യാൻ പോയി. ട്രയലിന് ഞങ്ങൾക്കൊരു ഫാമിലി റൂം കിട്ടി. ജിലു ഉള്ളതുകൊണ്ട്
ഉള്ളതുകൊണ്ടുള്ള ഗുണങ്ങളിലൊന്നാണ് കേട്ടോ. നമുക്ക് ഈ ഫാമിലി റൂം യൂസ് ചെയ്യാം. ഫാമിലി റൂമിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അടിച്ച് വിളിക്കാം, ആരും വരത്തില്ല പെട്ടെന്ന് വിളിക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഉണ്ടായത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഞാൻ വളരെ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു ഉടുപ്പ് പോലും എനിക്ക് മര്യാദയ്ക്ക് ഫിറ്റ് ആവുന്നില്ല. ഈ ഡയറ്റും എക്സസൈസൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്ത് ചീറ്റ് ഡേ ഒക്കെ ഇച്ചിരി കൂടിയതിൻ്റെ പ്രശ്നം ഞാൻ ട്രയൽ റൂമിൽ നന്നായിട്ട് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വീക്കുകളിലൊക്കെ നന്നായി എക്സസൈസ് ചെയ്യണം, നന്നായിട്ട് ഡയറ്റ് നോക്കണമെന്നൊക്കെ എനിക്ക് നല്ലൊരു പ്രതിജ്ഞ എടുക്കാനായിട്ട് ആ ട്രയൽ റൂമിൽ പറ്റി. അല്ലാതെ എനിക്ക് ഒരു ഉടുപ്പ് പോലും കൃത്യമായിട്ട് ഇതാണ് എനിക്ക് ഫിറ്റ് ആവുക, ഇതാണ് എനിക്ക് നല്ലതെന്ന് തോന്നിയതേ ഇല്ല. അതുകൊണ്ട് ഒരു ഉടുപ്പ് പോലും എടുക്കാതെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. പിന്നെ ട്രയൽ റൂമിൽ ഫാമിലി റൂം ആയതുകൊണ്ട് ജിലുവിന് കുറച്ചു നേരം പാല് കൊടുക്കാനൊക്കെ പറ്റി. പാല് കൊടുത്ത് അവൾ ഇച്ചിരി പ്രശ്നം കാണിച്ചു, കാരണം ഒരുപാട് നേരമായല്ലോ. അതുകൊണ്ട് പാല് കൊടുത്തോണ്ടായിരിക്കും വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ജിലു ഉറങ്ങി, കാറിൽ ഇരുന്ന് ഉറങ്ങി. സാധാരണ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്നത്. അവളെ എടുക്കും, എനിക്കൊരു പ്രശ്നം പറ്റി. ഓക്കെ, അപ്പം നമ്മൾ വിന്നേഴ്സി വെച്ചിട്ട് എൻ്റെ ഫോൺ ഓഫായി കാറിൽ കയറിയതിന് ശേഷം. സോ എനിക്ക് വീഡിയോ ഒന്നും തുടർന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, വളരെ കുറച്ച് സാധനങ്ങൾ. അപ്പം എന്തൊക്കെയാണെന്ന് നിങ്ങൾ ത്രൂ ഔട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകും. എന്നാലും നമുക്ക് ഒന്നിച്ച് അതൊക്കെ എന്താണെന്ന് കാണാം. ഇതാണ്, ഇത് പഴയതല്ല, പുതിയത് തന്നെയാണ്. മാത്രമാണ് ഈ സ്വെറ്ററിനായ ഇത് ഭംഗിയാണെന്നൊക്കെ ഡീറ്റെയിൽ ഉണ്ടോ. ഇത് ഹാൻഡ് ക്രാഫ്റ്റ് ഉണ്ട് അവിടെ. ഈ ചെറിയ വീടുകളിലൊക്കെ അമ്മമ്മരുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, പണ്ട് കാർട്ടൂണിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ലോക്കലി ആൾക്കാർ ചെയ്ത സാധനമാണ്. വെരി ബ്യൂട്ടിഫുൾ, നല്ല നല്ല ഭംഗിയുണ്ട്, നല്ല ലൈറ്റ് കളർ, ഒരു വിൻറ്റേജ് വൈബൊക്കെ ഉണ്ട് ഇതിന്. ഇതൊക്കെ ഫിറ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വെച്ച് നോക്കിയാൽ അവിടെ ഇട്ട് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ടൊന്ന് വെച്ച് നോക്കിയതാ. ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം മോളിലുണ്ട്, അല്ലാതെ ഇൻസ്റ്റാഗ്രാം വഴി അവർ വിൽക്കുന്നുണ്ട്. ജസ്റ്റ് അതേപോലെ അവർ തന്നെ ചെയ്ത് വലിയൊരു സ്വെറ്ററാണ് ഇത്. എനിക്ക് എടുത്തതാണ്. ഭയങ്കര ഗേളി, മീൻസ് ഗേളി ലുക്കുള്ള പിങ്ക് ആൻഡ് വൈറ്റ് റോസ് എല്ലാം ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻസ്. ഇതും ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ആൻഡ് ഇത് $14 നല്ല സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും. കൊള്ളാല്ലേ, നല്ല ഗേളി സ്റ്റൈൽ, ഗേളി ലുക്ക് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര കഴിവല്ലേ, ഇതൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് എന്ത് രസമായിട്ടാണ് ചിന്തിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ബെറ്റർ ഫോർ മീ. ആക്ച്വലി ഇപ്പം ആലോചിക്കുന്നത് എന്തിനാ ഇത് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ബാഗി ജീൻസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്ത് നല്ലതായിരിക്കും. ഇതിങ്ങനെ കൈ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനത്തെ കൈയുള്ളതാ, ഓപ്പൺ ആയിട്ടുള്ള. അകത്ത് ഏതെങ്കിലും ചെറിയ ബ്ലാക്കോ വൈറ്റോ കുഞ്ഞ് സ്ലീവ്ലെസ് ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടാം. ഇതെന്താവും, ഇത് സ്റ്റൈൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയില്ല. കാരണം എന്തിനാ ഇത് എടുത്തതെന്ന് മനസ്സിലായി. ഇത് നിങ്ങൾ കണ്ടു, ഇത് ബ്രാസിൻ്റെ ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത സാധനമാണ്. ഞാൻ ഇൻ കേസ് ഇതൊരു ഗിഫ്റ്റിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്കൊരു ക്യാൻഡിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അല്ലെങ്കിൽ ഇത് വീട്ടിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. വീട്ടിലൊരു കോഫി ടേബിളിൻ്റെ പുറത്ത് ക്യാൻഡിലും അതിൻ്റെ കൂടെ കുറേ ഡെക്കറേറ്റീവ് സാധനമൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് വെക്കും. ഞാൻ ചെയ്ത സമയത്ത് ഞാൻ വീഡിയോ ഇട്ട് കാണിക്കുന്നതായിരിക്കും. ആൻഡ് ഇത് ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അമ്മച്ചിന് നോക്കല്ലായിരുന്നു ആ ഫോട്ടോ. ഇത് ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ചെറിയ ഫ്രെയിം ആൻഡ് അതിൻ്റെ വലിയ ഫ്രെയിം എനിക്ക് പണ്ടേ എൻ്റെ മനസ്സിലുള്ള എൻ്റെ നഖം അതിൻ്റെ ഇടയ്ക്ക് വിട്ട്. ഞാൻ പണ്ട് ഏതോ ഒരു പിൻട്രസ്റ്റിൽ കണ്ട് എൻ്റെ മനസ്സിൽ കൂടിയതാണ്. ഇതെന്തെങ്കിലും കാണിക്കുന്നത്, ഏതോ ഒരു പിൻട്രസ്റ്റിൽ കണ്ട് എൻ്റെ മനസ്സിൽ കൂടിയതാണ്. ചെറിയ ഫ്രെയിമിൽ ജിലു, വലിയ ഫ്രെയിമിൽ ഞാനും അച്ചാച്ചനും, എന്നിട്ട് ഇതിങ്ങനെ ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കുക എന്നുള്ളത്. സോ അത് നമ്മൾ ചെയ്തിരിക്കും. വാൾമാർട്ടിൽ പോയി പ്രിന്റ് എടുത്ത് ഇതിങ്ങനെ കൊണ്ടുവച്ചിട്ടേ എനിക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. സോ അതിത്രയാണ് നമ്മൾ
ആന്റിക് മാൾ എന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഇപ്പൊ കണ്ട അത്രയും. ആന്റിക് മാൾ എന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഇതെല്ലാം. ഇനി നമുക്ക് വിന്നേഴ്സ് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കാണിക്കുന്ന ശരിയുള്ള കാര്യമില്ലല്ലോ, പക്ഷെ ഞാൻ അവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് എനിക്കൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. വിന്നേഴ്സ് എന്ന് വാങ്ങിച്ച ഗിഫ്റ്റ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ അത് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കണം. ആൻഡ് വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ച സാധനമാണ്. ലവ് 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 ലവ്. ഇതും മുകളിൽ ടേബിളിൻ്റെ ഒരു ടേബിളിൽ ഫോട്ടോ ഫ്രെയിം വെച്ചല്ലോ, അടുത്ത ടേബിളിൽ നമ്മൾ ഇത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. സോ ഇന്ന് തന്നെ ചെയ്യണം.